100 താഴെ വരുന്ന മുത്തഅല്ലിമീങ്ങളുള്ള ഒരു വലിയ ദർസ് നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ചെറിയ പ്രായത്തിൽ ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു. അദ്ദേഹത്തിന് ഇന്ന് ഈ വേദിയിൽ നമുക്ക് കിട്ടിയത് വളരെ അനുഗ്രഹമാണ്. കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ബുർദ സദസ്സുകളിലും അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പറയുന്ന വേദികളിലും സാന്നിധ്യമാണ്. നമ്മുടെ ഉമ്മമാർക്ക് അറിയുന്നതിന് വേണ്ടി പ്രത്യേകം പറഞ്ഞു എന്ന് മാത്രം. അദ്ദേഹത്തിന് ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ്. പിന്നീട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഉണർത്താനുള്ളത്, ഇന്ന് ഇവിടെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ മഹല്ലിൽ നിന്ന് വിദ്യ അഭ്യസിച്ച് മതവിദ്യ അഭ്യസിച്ച് ഉപരിപഠനാർത്ഥം പെരിഞ്ഞനത്തുനിന്നുള്ള ജാമിയ മഹ്മൂദി ബിരുദമെടുത്ത് ഇന്ന് നമ്മുടെ സദസ്സിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, നമ്മുടെ മഹല്ലിന്റെ കരയാമട്ടം പള്ളിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആഷിഖ് മഹ്മൂദി, അദ്ദേഹത്തിന് നമ്മുടെ SSFന്റെ ഈ നാടിന്റെ ഒരു ആദരം നാം ഇവിടെ വെച്ച് നൽകുന്നു. ഒന്നിരായ ഉസ്താദ് തന്നെയാണ് അതിന് അർഹൻ എന്ന് നമുക്കറിയാം. കാരണം അദ്ദേഹത്തിന്റെ ദർസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ സദസ്സിൽ കാണുന്ന ചെറിയ മക്കൾ മുതൽ അതുപോലുള്ള ചെറിയ മക്കളുള്ള രക്ഷിതാക്കൾ വരെ പഠിക്കുന്ന ഒരു ദർസാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിന്റെ കൂടെ 2 വർഷം മദാറു ദഅവത്തുൽ ഇസ്ലാമിയിൽ അദ്ദേഹത്തോടൊപ്പം പഠിക്കാൻ കഴിഞ്ഞു എന്നത് അദ്ദേഹത്തോടൊപ്പം ഈ സദസ്സിൽ നിൽക്കുമ്പോൾ വളരെയധികം അനുഗ്രഹമായി സന്തോഷമായി തോന്നുകയാണ്. കൂടുതൽ നീട്ടുന്നില്ല. അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൂടുതൽ പറയേണ്ട കാര്യമില്ല. നമുക്ക് പലർക്കും അറിയാം, മർക്കസ് സഖാഫത്ത് സുന്നയിൽ പഠിക്കുമ്പോൾ തന്നെ പുത്തൻവാദികളുടെ പേടി സ്വപ്നമായി മാറിയ, ഒരിക്കലും ആ വാക്ക് കൂടുതലല്ല എന്നെനിക്കറിയാം. കാരണം നമുക്കറിയാം, നിരീശ്വരവാദികളുമായുള്ള സംവാദത്തിൽ മർക്കസ് സഖാഫത്ത് സുന്നയിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അവരെ മുട്ടുകുത്തിച്ച വാർത്തകൾ നമ്മൾ പലരും പത്രത്തിലൂടെ കണ്ടതാണ്. കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല. അദ്ദേഹത്തിന്റെ പരിപാടിക്കുള്ള സമയം ഞാൻ കവർന്നെടുക്കുന്നില്ല. ആ ചടങ്ങ്, നമ്മുടെ പ്രിയപ്പെട്ട ആഷിഖിനെ ആദരിക്കുന്ന ചടങ്ങ്, അദ്ദേഹത്തിനെ ആദരപൂർവ്വം ഒന്നിരായ ഉസ്താദറുകളെ ആ ചടങ്ങിനു വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സ്വീകരിക്കുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട ആഷിഖ് മഹ്മൂദിയെയും സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ. ഒന്നിരായ ഉസ്താദുകളെ നമ്മുടെ മഹത്തായ പരിപാടിക്കായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരുപാട് പേര് ഇന്നലെ ഞാൻ ഉണർത്തി, ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് നമ്മോട്. പരിപാടിക്ക് സാമ്പത്തികമായും ശാരീരികമായും പല നിലയ്ക്കും സഹകരിച്ച നമ്മുടെ നാട്ടിലുള്ളവരും ഗൾഫിലുള്ള സഹോദരന്മാരും പ്രവർത്തകരുമുണ്ട്. അവർക്കെല്ലാം ദുആ ചെയ്യാൻ പറഞ്ഞു വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പരിപാടി ലോകം മുഴുവൻ ഓൺലൈനിലൂടെ കണ്ടിരിക്കുകയാണ്. അവർ പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിരിക്കുന്നു. ഒന്നിരായ ഉസ്താദ് അവറുകളെ അക്കാര്യം കൂടി ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സ് ഖബൂൽ ചെയ്യട്ടെ. നമ്മളെ അല്ലാഹു സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. കേൾക്കണില്ലേ? അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മളെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. ഖൽബ് അല്ലാഹു ശുദ്ധിയാക്കി തരട്ടെ. നല്ലവര് അല്ലാഹു നമുക്ക് വലുതാക്കി തരട്ടെ. മോശപ്പെട്ടവര് അല്ലാഹു നമുക്ക് ചെറുതാക്കി തരട്ടെ. നല്ലതിനോട് അല്ലാഹു വലിയ ഇഷ്ടം തരട്ടെ. നല്ലതിനോട് ഭയങ്കര ഹരം അല്ലാഹു തരട്ടെ. നല്ലതിൽ വലിയ ഇൻട്രസ്റ്റ് അല്ലാഹു നമുക്ക് തരട്ടെ. അല്ലാഹു ഏറ്റി തരട്ടെ. മോശങ്ങളോടൊരകൽച്ചയും വെറുപ്പും അല്ലാഹു നമ്മളെ ഖൽബിലിട്ട് തരട്ടെ. പടച്ച റബ്ബ് വിഷമങ്ങളിലൊന്നും നമ്മളെ പെടുത്താതെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലുന്നതുകൊണ്ട് അല്ലാഹു നമ്മളെ കൈച്ചലാക്കി തരട്ടെ. കടങ്ങൾ ദുഃഖങ്ങൾ ഒക്കെ അല്ലാഹു അകറ്റി രക്ഷപ്പെടുത്തട്ടെ. പല രോഗികളും ഉണ്ടെന്നറിഞ്ഞു.
വന്നപ്പോൾ തന്നെ പലവരും പല രോഗങ്ങളുള്ള വിഷമങ്ങൾ പറഞ്ഞു. ഈ രോഗവും ചെറിയ വിഷമവും പ്രയാസവും ഒക്കെ പാടെ കൂടിയതാണ് ഈ ഭൂമി. ഇവിടെ അല്ലാഹുവിന്റെ വിധി നടക്കും. നമ്മളൊക്കെ അത് ക്ഷമിക്കും. അല്ലാഹു ക്ഷമ തരട്ടെ, അല്ലാഹു ക്ഷമ തരട്ടെ, അല്ലാഹു ക്ഷമ തരട്ടെ. ഇവിടെ അവൻ വിധിക്കും, നമ്മൾ നല്ലോണം ക്ഷമിക്കും. നാളെ ഇൻഷാ അല്ലാഹ് നമ്മൾ കൊതിക്കും, അത് തന്നെ അവൻ വിധിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ അവൻ വിധിക്കും, നാം ക്ഷമിക്കും. അവിടെ നാം കൊതിക്കും, അവൻ വിധിക്കും. ഇവിടെ ക്ഷമിക്കണം. അവിടെ നമുക്ക് എന്താണോ വേണ്ടത് അതുണ്ട്. രോഗമില്ല, കടലില്ല, വിഷമങ്ങളൊന്നുമില്ല. നമ്മൾ കൊതിക്കുക, അത് അല്ലാഹു വിധിച്ചിരിക്കും. അതാണ് സ്വർഗം. അല്ലാഹു തരട്ടെ, അല്ലാഹു തരട്ടെ, അല്ലാഹു തരട്ടെ. അതാണ് വലുത്, വലിയ സംഭവമാണ്. അവിടെ കടക്കണം. നമ്മെ സൃഷ്ടിച്ച റബ്ബിനെ കാണാൻ അല്ലാഹു അതിന് ആ ഭാഗ്യം നമുക്ക് തരട്ടെ. അവിടെ കടന്നാലേ നമ്മളെ സൃഷ്ടിച്ച റബ്ബിനെ നമുക്ക് കാണാൻ കഴിയൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മളെ ഖൽബ് നന്നാക്കി തരട്ടെ. ഒരു ഉണർച്ച നമുക്കൊക്കെ തരട്ടെ. നമ്മൾ ഉറങ്ങരുത്, ആരും അശ്രദ്ധയിൽ പെടരുത്, വഫലത്തിൽ വിട്ടുപോകരുത്. അല്ലാഹു നമുക്കൊക്കെ ഒരു ഉണർവ് തരട്ടെ. കുറച്ചു നേരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പാടി പറഞ്ഞ് നമ്മൾ ദുആയിലേക്ക് കടക്കും. നമ്മുടെ പരിചയപ്പെട്ട ഒരു കൂട്ടുകാരൻ, നമ്മുടെ കൂട്ടുകാരനാണ്, പണ്ട് നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരുന്നു. ഷഫീല് വല്ലാതെ വിളിച്ച് ദേഷ്യം പിടിക്കുന്നു കണ്ടപ്പോഴാണ് ഞാൻ വന്നത്. ആ പഴയ ബന്ധം. അമ്മായിമ്മ രോഗിയാണെന്നറിഞ്ഞു. അല്ലാഹു ഷിഫ നൽകട്ടെ, അല്ലാഹു ഷിഫ നൽകട്ടെ. ഈ പ്രവർത്തനത്തിന്റെ ഒക്കെ ബർക്കത്തുകൊണ്ട് അല്ലാഹു ഷിഫ നൽകട്ടെ. അവരെയും നമ്മളെയൊക്കെ കുടുംബത്തിലുള്ള ദുഃഖങ്ങൾ അല്ലാഹു അകറ്റിത്തരട്ടെ. ഞാൻ പറഞ്ഞല്ലോ ഫുൾ സുഖം ഇവിടെ ഇല്ല. അത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അറിയിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട. എല്ലാം കൂടി വാരിക്കൂട്ടിയവരൊന്നും സുഖിച്ചിട്ടില്ല. കോടീശ്വരന്മാർ സുഖത്തിലാണെന്ന് കരുതണ്ട, ടെൻഷനാണ്. വെറുതെ തോന്നുക. ഇതൊന്നും സുഖത്തിനു പരിഹാരമല്ല. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹ് അത് ഹൃദയത്തിൽ ഉറക്കണം. ആ ചിന്ത നമുക്കുണ്ടാകണം. അപ്പൊരു സമാധാനം ഉണ്ടാവും. ബാക്കി കൊണ്ടൊന്നും, അതിനെതിരിലുള്ള ഒന്നുകൊണ്ടും സുഖമില്ല. അല്ലാഹുവിനോട് ബന്ധപ്പെട്ട ലോകത്തോട് നമുക്ക് ബന്ധമുണ്ടെങ്കിൽ നമുക്ക് ആസ്വദിക്കാം. അല്ലാഹുവിനോട് ബന്ധപ്പെട്ട ഏറ്റവും വലിയ ലോകം, അല്ലാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന കവാടം, ലോകത്തെ സൃഷ്ടികളിൽ അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ ഇടയിൽ നിൽക്കുന്ന ഏറ്റവും വലിയ സൃഷ്ടി, ലോകത്തിന്റെ പ്രഭ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് പരിചയപ്പെടുത്തി തരട്ടെ, മനസ്സിലാക്കി തരട്ടെ, സ്നേഹമേറ്റി തരട്ടെ, ആസ്വദിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും സദസ്സിലേക്ക് വന്നിരിക്കുക. പിന്നെ വോളണ്ടിയേഴ്സിനൊക്കെ അവിടെ നിൽക്കാം. ബാക്കിയുള്ളവർക്കൊക്കെ ചെയറൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ടല്ലോ പ്രവർത്തകർ. നമ്മൾ ഇരുന്ന് സഹകരിക്കുക. നമുക്ക് ഇപ്പൊ നടക്കാനും ഇരിക്കാനൊക്കെ കഴിയും. ഇപ്പൊ നമുക്കൊരു മടിയൊക്കെ ഉണ്ടാവും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ടെൻഷനൊന്നുമില്ല, തിരക്കില്ല, ഒന്നുമില്ല. മുന്നിൽ നമ്മൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ ആൾക്കാർ നമ്മളെ മുന്നേക്ക് കൊണ്ടുപോകും. നമുക്ക് എതിർക്കാൻ കഴിയില്ലല്ലോ. പള്ളിക്ക് ഞാനില്ല, മുന്നേക്ക് ഞാനില്ല, ഒരു രക്ഷയില്ല. പൊക്കി മുന്നിൽ കൊണ്ടുവെക്കും. പള്ളിക്കാട്ടിലേക്ക് എല്ലാവരും കൊണ്ടുപോവുക തന്നെ ചെയ്യും. വാശി വിട്ടു, തിരക്കൊഴിവായി, ഒരു വിഷമവുമില്ല, ഞാൻ തയ്യാറാണ് എന്നടിമയെ പോലെ അവൻ പറയേണ്ട ഒരവസ്ഥയിലേക്ക് അവനെത്തും. ആരും ആ മരണത്തിന്, ആ വിധിക്ക് കീഴിൽ തലകുനിക്കേണ്ടി വരും. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. വലിയ വലിയ അപകടങ്ങളിൽ ചെറുപ്പക്കാർ മരിച്ചു പോവുകയാണ്. അല്ലാഹു കാക്കട്ടെ. ചെറിയ പ്രായമുള്ളവർ വലിയ അപകടത്തിൽപ്പെടുന്നു. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ശബ്ദം കേൾക്കുന്ന ആളുകളൊക്കെ യുവാക്കളായാലും അല്ലെങ്കിൽ ഒന്ന് കയറി സദസ്സിലിരിക്കണം.
എന്തിന്? ഇതൊരു നല്ല സദസ്സാണ്, മറ്റൊരു ലക്ഷ്യവും ഇല്ലാത്ത സദസ്സ്. ഇതുകൊണ്ട് നമുക്ക് ഉദ്ദേശം വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടലും കുടുക്കിലൊന്നും പെടാതിരിക്കലോ. അള്ളാഹു നമ്മളെ ഖൽബ് നന്നാക്കി തരട്ടെ. അള്ളാഹുവിനോടുള്ള ചിന്ത നമ്മളെ ഖൽബിൽ അള്ളാഹു ഇട്ട് തരട്ടെ. വേറെ ഒന്നുകൊണ്ടും കാര്യമില്ല. അള്ളാഹുവേ ഞങ്ങളെ നന്നാക്കണേ അല്ലാ, ഖൽബ് ശുദ്ധിയാക്കി തരണേ അല്ലാ. ഈ സദസ്സ് ഞങ്ങളുടെ ജീവിതം നന്നാകാൻ കാരണമാക്കി തരണേ അല്ലാ. എല്ലാവരും ചൊല്ലിക്കോളി. ഒരുമിച്ച് നമ്മൾ ഒന്നിച്ച് ചൊല്ല കുറച്ചു നേരം ഇൻഷാ അല്ലാഹ്. لا إله إلا الله محمد رسول الله عليه صلاة الله لا إله إلا الله لا إله إلا الله محمد رسول الله إلا الله لا إله إلا الله محمد رسول الله عليه صلاة الله يا خير ما يمم عفونا ساحته سعيا فوق مرتوب للعين الرسومي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم ومن هو آية الكبرى لمعتبرين ومن هو النعمة العظمى لمغتنمين سريت من حرمي ليلا إلى حرمي كما سار البدر في تاج من الظلم وبت قائلا أن نلت منزلة قوسين لا تدرك ولا تغرمي وقدمت كجميع الأنبياء بها والرسل تقديم مخدوم على الخدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وقدمتك جميع الأنبياء بها تقديم مخدوم على خدمي وأنت تفترق سبع طيبات به في موكب كنت فيه صاحب العلم حتى إذا لم تدار شكوي مستبقين بلا دنو ولا فرق لي مستلمي خفضت كل مقام بالإيمان
فخار غير مشترك وجزت كل مقام من غير مستحم وجل مقدار ما وليت من رتبي وعز إدراك ما وليت من نعمي مولاي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم بشرى لنا معشر الإسلام إن لنا من العناية ركنا غير منهدم لما دعا الله داعينا لطاعته بأكرم الرسل يا أكرم الأمم مولاي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم قلوب العدا أنباء بعثته كنبأة أجفلت وصلا من الغنم مولاي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ما زال يلقاهم في كل معترك حتى حكوا بالقناة لحما على وضمي مولاي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وقت الفرار فكادوا يغبطون به أشلاء شايت مع إقباني والرخم مولاي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم طم الليالي يدرون عدتها ولم تكن من ليالي الأشهر الحرم كأنما الدين ضيف حل ساحته بكل قرم إلى لحم العيد قرمي يجر بحر خميس فوق صابحته يرمي بموج من الأبطال الملتطم من كل منتدب لله محتسب يستو بمستصم للكفر مصطلم حتى غادت ملة الإسلام وهي به من بعد غربتها موصولة الرحم مولاي مولاي صل وسلم دائما أبدا على حبيبك الخلق كلهم مكفولة أبدا منهم بخير أبي وخير بعل فلا أيتم ولم تئمي هم الجبال فساد عنهم مصادمه ما نرى منهم في كل مصطدم وانسل حنين وسال بدرا وانسل أحدا وصول حتف له قد
المفضل بضحورا بعد ما ورد من العيد كل مسود من اليمن مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم والكاتبين بسمس الخط ما تركت أقلامه حرف جسم غير منعجم شاكسي لا له سيمات ميزه والورد يمتاز بسماع السلام تهدي إليك رياح النصر نشرهم فتحسب الزهر في الأكمام كل كمين كأنهم في ظهور الخيل نبتربا من شدة الحزم لا من شدة الحزم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم طارت قلوب العيدا من بأسهم فرقا فما تفرق بين البهم والبهم ومن تكن برسول الله نصرته إن تلقى الأسد في آدمها تغني مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولا ترى من ولي غير متصل به ولا من عدو غير منقسم أحل أمته في حرز ملته كالليث حل مع الأشبال في أدمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم أحل أمته في حرز ملته كالليث حل مع الأشبال في أدمي كم جدلت كلمات الله من جدلي فيه وكم خصم البرهان من خصمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم كفاك بعلم في الأم معجزة الجاهلية والتأديب في اليتم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم اللهم صل وسلم وبارك عليه അത് ശരി. കുട്ടികളോട് നമുക്ക് ധൈര്യമായിട്ട് ചൂടാല, വലിയൊരു ഉണ്ടാകുന്നോളൂ. ശ്രദ്ധ പൊതുവെ നമുക്ക് കുറവാണ്. അള്ളാഹു കൂട്ടി തരട്ടെ. വണ്ടി ഓടിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ശ്രദ്ധ ഉള്ളത്.
ഭയങ്കര ശ്രദ്ധയെ. കാരണം നമുക്ക് വല്ലതും പറ്റുന്നുള്ളടത്ത് ഭയങ്കര ശ്രദ്ധ. ബിസിനസ്സൊക്കെ നടക്കുന്നിടത്ത് എന്തൊരു ഇൻട്രസ്റ്റാ, എന്തൊരു ശ്രദ്ധ. ഒരു പ്രശ്നമില്ല, അത് ഭയങ്കര ഹരാണല്ലോ. നഷ്ടം വരുവോച്ചിട്ട് ഫുൾ ടൈം ശ്രദ്ധിക്കും. വണ്ടി ഓടിക്കണ്ടട്ടാ ഉറക്കം വരുന്നുണ്ടെങ്കിൽ. ഞാനിപ്പോഴത്തെ വലിയൊരു വണ്ടിയൊക്കെ പ്ലെയിൻ ഗിയർ ഇട്ട് പറന്നു പോയതൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. അള്ളാഹുവിന്റെ കാവൽ അള്ളാഹു നമുക്ക് എപ്പോഴും നിലനിർത്തി തരട്ടെ. മഹാന്മാരുടെ മദദ് അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മൾ ഖൽബ് അള്ളാഹു അവരുമായി ബന്ധപ്പെടുത്തി തരട്ടെ. എന്തും എപ്പോഴും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ. എപ്പോഴും എന്തും സംഭവിക്കാം. ഇപ്പൊ തെങ്ങിന്റെ ചോട്ടിൽ അങ്ങനെയുള്ള തേങ്ങ തലയ്ക്ക് വീഴാന്ന് ഞാൻ പറഞ്ഞാൽ മോൾക്ക് നോക്കും. ഉറപ്പല്ല നോക്കില്ല, ഒറ്റ കുട്ടിയില്ലാതെ നോക്കും. അപ്പൊ ശ്രദ്ധയോടെ നോക്കിയിരിക്കും. ഇനി ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലാവില്ല. എപ്പോഴാത് വീഴുക. ശ്രദ്ധ നമുക്ക് ഇല്ലാഞ്ഞിട്ടല്ല, ചില സംഗതിയിൽ മാത്രമല്ല. ഇൻട്രസ്റ്റ് നമുക്ക് ചിലവിടത്തില്ല. അവിടെ ഇൻട്രസ്റ്റ് ഇല്ല, റാത്തില്ല. എന്താന്നറിയില്ല, എനിക്ക് റാത്തില്ല. അതൊരു ഇൻട്രസ്റ്റ് ഇല്ല, അത്രേ ഉള്ളൂ. അല്ലാതെ ശ്രദ്ധ നമുക്കുണ്ട്, തീർച്ചയായും ഉണ്ട്. നമ്മളെ വണ്ടി അപ്പുറത്ത് ഓടിക്കുന്ന ഡ്രൈവർക്ക് ഇടക്കിടക്ക് ഇങ്ങനെ ഒരു ഉറക്കം വരുന്ന മാതിരി നമുക്ക് തോന്നിയാൽ നമ്മൾ എന്തായാലും ഉറങ്ങൂല. നീ ഉറങ്ങല്ല പൊന്നാര മോനെ, ഉറക്കം വരികയാണെങ്കിൽ ഈ വണ്ടി സൈഡാക്കി കിടന്നുറങ്ങിയിട്ട് പോകും. നമ്മൾ ഉറങ്ങൂല, നമ്മൾ ശ്രദ്ധിക്കും. നമ്മൾ ഇത്തരം പരിപാടിയിലൊക്കെ നമുക്ക് ശ്രദ്ധ ചെയ്യുള്ളൂ. അതങ്ങനെ അള്ളാഹു നല്ലതിൽ നമുക്ക് നല്ല ശ്രദ്ധ തരട്ടെ. അള്ളാഹു ശ്രദ്ധ തരട്ടെ. നിങ്ങൾ മേലക്ക് നോക്കണ്ട. തേങ്ങ വീണാൻ തന്നെ നല്ല സദസ് വെച്ചല്ലേ, സാരമില്ല. അടച്ച റബ്ബേ, ഒന്നും കൂടി പ്രശ്നമായി. ഒരു കൊല തൂങ്ങി നിൽക്കണുണ്ട്. ഇല്ല, അവിടെ ഒറ്റ കൂട്ടിയിരിക്കൂല. അപ്പൊ നമ്മൾ ഈ ഭയങ്കര സെറ്റപ്പാണ്. നമ്മള് തമാശല്ലേ, നമ്മളെ മക്കളൊക്കെ ഫുൾ ടോപ്പിലാണ്. നമ്മൾ വിചാരിക്കും നമ്മളെ കുട്ടി തീരെ പോരാ, അവന്റെ മേഖല കണ്ട് ചെന്ന് നോക്കട്ടെ. ഫുൾ സെറ്റപ്പാണ് ആള്. നമുക്ക് വെറുതെ തോന്നാണ് പോരാന്ന്. ഒന്നാമത് ഇമ്മാനായിട്ട് വിറ്റടിക്കാനൊന്നും പറ്റൂല. ഉമ്മാക്ക് ഇപ്പൊ ഇതിലൊക്കെ ഒരു പരിധിയില്ലേ. ഉമ്മ പറയണമെന്നിപ്പോ എനിക്കൊരു ഹരം കിട്ടണില്ല. ഉപ്പാനായിട്ട് ഇങ്ങനെ എത്ര നേരം ഇരിക്കും, ഒരു ഇൻട്രസ്റ്റ് ഇല്ല. വേറെ കുഴപ്പമൊന്നുമില്ല. ഓനാള് അപ്പൊ വീട്ടില് ഓനൊരു തണുപ്പനാ. നാട്ടിലോ അവൻ വില്ലനാ. അവന്റെ കൂട്ടുകാർക്കിടയിൽ അവൻ എത്തിയാൽ അവൻ ആള് സെറ്റപ്പാ. അവനക്ക് പറ്റിയത് അവന്റെ മുമ്പിൽ എത്തിയാൽ അവന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാവും. കുട്ടികൾ ഈ ഒച്ചമ്പിളി ഒന്നും ഉണ്ടാവില്ലല്ലോ. കളി നടക്കട്ടെ, ടൂർണമെന്റ് നടക്കട്ടെ, ഗോൾ അടിക്കാൻ ടൈമിന് ഒരൊറ്റ കുട്ടി മുണ്ടില്ല. ഉണ്ടാൻ പാടില്ല. നിങ്ങൾ അങ്ങോട്ട് നോക്കിയിട്ട് നിങ്ങൾ അതിന്റെ ഷൂലാണ്, ഞാൻ ഷൂലായിക്കൊണ്ട് ഇടക്കിടക്ക് ഗോള് പഠിക്കും. ഉണ്ടോ കോൾ അറ്റൻഡ് ചെയ്യോ? ഒരാൾ ബാക്കിൽ തോണ്ടിയിട്ട് അന്നമ്മ വിളിക്കണം. ഇന്ന് മിണ്ടാതെന്ന നിന്റെ അമ്മ വിളി. മനുഷ്യന് പരിപാടി വലിയ പരിപാടിയല്ലേ, കാര്യപ്പെട്ട പരിപാടിയല്ലേ. ഒത്തു പോകുകയാണല്ലോ ഇവിടെ ഹത്തീവ്. ബോൾ ഇപ്പൊ പോവും കോർട്ടിലേക്ക്. മിണ്ടല്ലേ, വാശി ഉണ്ടവനക്ക്. ഭയങ്കര ശ്രദ്ധയാണ് എന്റെ കുട്ടിക്ക്. പഠന വിഷയത്തിലല്ല, അവന്റെ വിഷയത്തിൽ അവൻ ഇറങ്ങുമ്പോ അവനെ പോയി പിടിക്കണം. അപ്പൊ ക്ലിപ്പ് എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് ഉമ്മാക്ക് കാണിച്ചു കൊടുക്കണം. ഇത്ര സെറ്റപ്പാണ് എന്റെ മോൻ. എന്തൊരു ലയനമാണ് എന്റെ കുട്ടിക്ക്. അപ്പുറത്തേക്കും നോക്കൂല, ഇപ്പുറത്തേക്കും നോക്കൂല, ഒരു മൊബൈൽ എടുക്കൂല, ഒരു പണിയില്ല. ആ കുട്ടിന്റെ ശ്രദ്ധ ഉണ്ടോ? അത് ആ ഗ്രൗണ്ടിലല്ലേ ഈ ശ്രദ്ധയുള്ളൂ. ഉമ്മ അങ്ങോട്ട് വരാത്തോണ്ട് ഇത് ഉമ്മ കാണില്ലല്ലോ. കുട്ടി ഏതൊരു വിഷയത്തിലാ ലയിച്ചത്, അതിൽ അവന് വലിയ ശ്രദ്ധയുണ്ട്. അല്ലാഹു നമ്മളെ മക്കളെയും നമ്മളെയൊക്കെ നല്ലതിൽ ലയിപ്പിച്ചു തരട്ടെ. നല്ല കാര്യത്തിൽ അല്ലാഹു നമ്മെ അടുപ്പിച്ചു തരട്ടെ. അതാണ് വിഷയം. ഖൽബ് ഞമ്മക്കൊക്കെ ഉണ്ട്. അല്ലാഹു നല്ലതിലേക്ക് അടുപ്പിച്ചു തരട്ടെ. അപ്പൊ നമ്മളൊന്ന് ഉണരും, നമുക്ക് ശ്രദ്ധ ഉണ്ടാവും, മടിയൊന്നും വരൂല. കുറച്ചു നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മൾ പാടി പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഒന്ന് എന്റെ ക്ഷീണം, പിന്നെ മറ്റൊരു സ്ഥലത്ത് എനിക്ക് പോകേണ്ടതുണ്ട്, പിന്നെ നിങ്ങളുടെ മുഖം. അതാണ് നമ്മുടെ സദസ്സിന്റെ. ഞാനതിങ്ങനെ വായിച്ച് ഇങ്ങനെ സംസാരിക്കല.
മെയിനായിട്ട് കുറെ മുഖം ഞാൻ കാണുന്നില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഒരു ഇരുട്ടാണ്. ഞാൻ എല്ലാവരും മുഖം, നമ്മൾ സംസാരിക്കുന്ന ആളെ നമ്മൾ കണ്ടില്ലെങ്കിൽ എന്തിന് പറ്റും? പിന്നെ നമ്മളെ ഫോണിലാവുമ്പോ സംസാരം കേൾക്കുന്നുണ്ട്. ഇത് നിങ്ങളൊന്നും ഇങ്ങോട്ട് പറയണില്ലല്ലോ, നിങ്ങളെ ഞാനൊറ്റ കാണുന്നില്ല. പണ്ട് ഉസ്താദിനോട് പറഞ്ഞു, ഈ മറന്റെ അപ്പുറത്ത് നിറച്ച ആൾക്കാരാണ് ഉസ്താദ്, നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഒരു റാഹത്തും കിട്ടൂല മനസ്സിൽ. അപ്പൊ എന്ന പോലെ ഒരു ഇരുട്ടുമാതിരി തോന്നുന്നുണ്ട്, കുഴപ്പമില്ല. സംഗതി ഈ ലൈറ്റ് ഓവർ ആയതുകൊണ്ട് മറ്റേ ലൈറ്റ് മങ്ങിയതാ. അതങ്ങനെ വലിയ ലൈറ്റ് ചെറിയ ലൈറ്റിന് പിന്നെ നമുക്ക് ഒരു വില തോന്നൂല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒന്നും വലുതാകില്ല. പക്ഷേ അത് വലുതായി നമ്മളെ കൽവിൽ വരണം. കൺമുമ്പിൽ ഈ ലൈറ്റൊക്കെ വലുതായ പോലെ അതിലൊക്കെ അപ്പുറം മുത്തുനബി നമുക്ക് വലുതായി തോന്നിയാൽ പിന്നെ ഒന്നും നമുക്ക് വിഷയമില്ല, ഒന്നും വിഷയമില്ല. ഉറപ്പാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത്ര വലിയ ഒരു മരുന്ന് ഇനി നമുക്ക് കിട്ടാനില്ല. പക്ഷെ നമ്മളതറിയണം, നമ്മൾ അതറിയണം. അള്ളാഹു അറിയിച്ചു തരട്ടെ, അതനുഭവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. തളർന്നു കിടക്കുന്ന ഇമാം ബുസൂരി തങ്ങളെ എഴുന്നേൽപ്പിച്ചത് ഈ മരുന്നാണ്. മുഹമ്മദ് മുസ്തഫ നമ്മുടെ കൽബിൽ ബന്ധമുണ്ടായി കിട്ടിയാൽ വലിയ ഹരാണ്. പ്രേമം നമുക്ക് തരുന്ന സുഖം മറ്റൊന്നും തരില്ല എന്നത് സമ്മതിക്കാത്ത ആരും ലോകത്തില്ല. ചരിത്രം മുഴുവൻ അതാ നമുക്ക് പറഞ്ഞു തന്നത്. പ്രേമമാണ് ഏറ്റവും വലിയ സുഖം നമുക്ക് തരുന്നത്, അതിൽ സംശയമില്ല, ആർക്കും തർക്കമില്ല. കൊട്ടാരവും വണ്ടിയും മൊബൈലും ഒക്കെ അതിന്റെ മുമ്പിൽ ഒരു വിലയുമില്ലാത്തതാണെന്നത് നമ്മളതറിയണം, നമ്മൾ അതറിയണം. അള്ളാഹു അറിയിച്ചു തരട്ടെ, അതനുഭവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. തളർന്നു കിടക്കുന്ന ഇമാം ബുസൂരി തങ്ങളെ എഴുന്നേൽപ്പിച്ചത് ഈ മരുന്നാണ്. മുഹമ്മദ് മുസ്തഫ നമ്മുടെ കൽബിൽ ബന്ധമുണ്ടായി കിട്ടിയാൽ വലിയ ഹരാണ്. പ്രേമം നമുക്ക് തരുന്ന സുഖം മറ്റൊന്നും തരില്ല എന്നത് സമ്മതിക്കാത്ത ആരും ലോകത്തില്ല. ചരിത്രം മുഴുവൻ അതാ നമുക്ക് പറഞ്ഞു തന്നത്. പ്രേമമാണ് ഏറ്റവും വലിയ സുഖം നമുക്ക് തരുന്നത്, അതിൽ സംശയമില്ല, ആർക്കും തർക്കമില്ല. കൊട്ടാരവും വണ്ടിയും മൊബൈലും ഒക്കെ അതിന്റെ മുമ്പിൽ ഒരു വിലയുമില്ലാത്തതാണെന്നത് നമ്മുടെ നാട്ടിലെ സംഭവങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. പെൺകുട്ടികളൊക്കെ ഓടിപ്പോകുന്നത് ആരെ കൂടെയാ, എങ്ങോട്ടാ, എന്താണ് ഇതിന്റെ ഭാവി, ഒന്നും അവർക്കറിയില്ല, അറിയേണ്ട ആവശ്യവും അവർക്കില്ല. ഉമ്മ വിഷയമില്ല, ഉപ്പ വിഷയമില്ല, കുടുംബത്തിലെ ആരും വിഷയമില്ല. സ്വന്തം ജേഷ്ഠൻ വന്ന് നീ എങ്ങോട്ടാ പോണത്, താൻ തൊടും ജ്യേഷ്ഠനോട്. കൊച്ചനുജത്തി പറയുന്ന വാക്ക്. ഇത്രയും ഈ പെണ്ണിനെ വളർത്തിയത് എന്താണ്? തുറന്നു വിട്ടപ്പോൾ അവൾ കണ്ടെത്തിയ ഏതോ ഒരു കൂട്ടുകാരനോട് അവൾ ലയിച്ചു. ആ പ്രേമം എല്ലാറ്റിനെയും വലിച്ചെറിയാൻ അവളെ വളർത്തിക്കൊണ്ടുവന്നു. മഹാനായ ഇബ്രാഹിം നദ്ഹം തങ്ങൾ കൊട്ടാരം വിട്ടിറങ്ങിയത് അള്ളാഹുവിൽ ലയിച്ചായിരുന്നുവെങ്കിൽ അതൊന്നും മനസ്സിലാകാത്തൊരു യുഗത്തിന് ഇന്ന് സ്കൂളിലെ മക്കൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാ. അള്ളാഹു നമ്മളെ മക്കളെ കാക്കട്ടെ, നമ്മളെ കുടുംബത്തെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഹൃദയം എല്ലാവർക്കുണ്ട്, നമ്മക്കുണ്ട്. അത് എവിടൊക്കെ തിരിച്ചു വെക്കണമെന്ന് വേഗം നോക്കി തിരിച്ചു വെച്ച് കാണേണ്ടതിനെ കണ്ട്, ലയിക്കേണ്ടതിൽ ലയിച്ച്, കാണേണ്ടതിനെ കാട്ടിക്കൊടുത്ത്, ലയിപ്പിക്കേണ്ടടുത്ത് ലയിപ്പിച്ച്, നാം ലയിച്ച് നമ്മുടെ കുട്ടികളെ ലയിപ്പിച്ച് നാം സൂക്ഷിച്ചില്ലെങ്കിൽ അപകടം ഉറപ്പാണ്. മുഖവും കണ്ണും കാലും നോക്കിയാൽ ഒരാളെ മനസ്സിലാവില്ല. ഞാൻ നിർത്തുകയാണ്. മുഖവും കയ്യും കാലും നോക്കിയാൽ ഒരാളെ മനസ്സിലാവില്ല. ഇപ്പൊ നമ്മളെ കൊല്ലാൻ വന്നതായിരിക്കും. സുഖല്ലേ, സന്തോഷല്ലേ? ഓ, മാണിക്കലിനെ കണ്ട എത്ര ദിവസമായി. അപ്പൊ നമ്മളെ ശത്രുവാ, നമുക്ക് മനസ്സിലാവോ? മുഖത്ത് നോക്കിയാല് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരൊറ്റ ഒന്നിനെ മനസ്സിലാവില്ല. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും
വെറും പ്രശ്നങ്ങളല്ലേ? എന്തിനാണ് അള്ളാഹു നമ്മളെ കൽബ് നന്നാക്കി തരട്ടെ. മൂപ്പരെന്താ ഉദ്ദേശിക്കണത്? എന്താ ഇക്കാരം മൂപ്പരുടെ ഇതിന്റെ പിന്നിലെ ലക്ഷ്യം, ഇതിന്റെ മുന്നിലെ ലക്ഷ്യം? ഇതിന്റെ രണ്ട് സൈഡിലും ഒക്കെ നോക്കി വരുമ്പോഴത്തേനും ചങ്ങായി മരിക്കും. അള്ളാഹു കൽബ് നന്നാക്കി തരട്ടെ. ഒരു തുറന്ന സ്നേഹം അള്ളാഹു നമുക്ക് തരട്ടെ. അള്ളാഹുവിൽ സ്നേഹിക്കുക, അള്ളാഹുവിൽ സ്നേഹിക്കുക. അതും ഇതും നോക്കി ആവശ്യമില്ലാതെ നമ്മൾ സമയം കളയരുത്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, കൽബ് ശുദ്ധിയാക്കി തരട്ടെ. മൂത്തുക്ക് നോക്കിയാ തിരിയൂല. ഞാൻ അവസാനിപ്പിക്കുക. മൂത്തുക്ക് നോക്കിയാ തിരിയൂല. ഞാൻ വെറുതെ പറഞ്ഞല്ല. ഒരാള് മരിച്ചു കിടക്കുന്നതും ജനിച്ചിരിക്കുന്നതും വർത്താനം പറയുന്നതിന്റെ മുമ്പ് അയാൾ സൈലന്റ് ആണെങ്കിൽ മരിച്ചു കിടന്നാലും സംഗതി കുഴപ്പമൊന്നുമില്ല. മൂത്ത് നോക്കിയാ കണ്ണും മൂക്കും ഒക്കെ അവിടെ ഉണ്ട്. കണ്ണും മൂക്കും നോക്കിയാൽ നമുക്ക് തിരിയില്ല നമ്മുടെ കുട്ടിയെ. നമ്മുടെ കുട്ടി നമ്മുടെ മുഖത്തേക്ക് നോക്കും. പണ്ട് ഒരു മൗലവി പ്രസംഗിച്ച സമയത്ത് സദസ്സിൽ വെച്ച് ആരോ പൊട്ടിക്കരയുന്നത് കണ്ടപ്പോ മൗലവിക്ക് വല്ലാത്ത ഒരു സന്തോഷമായി. എന്റെ പ്രസംഗത്തിൽ ലയിച്ച് കരയുന്ന ഒരു സാധുവാണെന്ന നിലക്ക് പ്രസംഗം കഴിഞ്ഞ് വിളിച്ച് അടുത്തിരുത്തി, എന്തിനാ ദുഃഖിക്കുന്നത്? സാരല്ല, എല്ലാത്തിനും പരിഹാരമുണ്ട്. അപ്പൊ എന്തേ മൗലവി പറഞ്ഞു? എന്താ നിങ്ങൾ പറഞ്ഞു? എല്ലാം ഞാൻ നിങ്ങൾ വല്ലാതെ കരയേണ്ടത് ആവശ്യമില്ല, ഒക്കത്തിനും പരിഹാരമുണ്ട്, ടെൻഷൻ അടിക്കണ്ട. ഞാൻ കരയുന്നതിന് എന്ത് ടെൻഷൻ? എന്റെ പരിഹാരത്തിന് എന്ത് ടെൻഷൻ? അപ്പൊ എന്താണ് നിന്റെ വിഷയം? പറ. നിങ്ങളെ മുഖത്തേക്ക് നോക്കുമ്പോ ഞാൻ സ്നേഹിച്ചു വളർത്തിയിരുന്ന എന്റെ ഒരാട്ടും കുട്ടി മരിച്ചു പോയിട്ടുണ്ട്, ചത്തുപോയിട്ടുണ്ട്. നിങ്ങളെ മുഖത്തേക്ക് നോക്കുമ്പോ അതെന്നെ. പിന്നെ എനിക്ക് കരച്ചിൽ വരാതൊക്കോ? നിങ്ങൾ എന്നല്ല എപ്പോഴും എന്നോട് സംസാരിക്കണത്. പൊട്ടി പൊട്ടി കരയാ. ഇപ്പോഴാ തിരിഞ്ഞത്. കണ്ണും മോറും അല്ല കാര്യം പറയുന്നത്, ഹൃദയമാ. അത് തുറക്കണം. അത് തുറക്കുന്നത് എപ്പോഴാ? അപ്പോഴാ സംഗതി വിളങ്ങണത്. കല്യാണത്തിന്റെ തലേ ദിവസം സ്വന്തം മകൾ ഉമ്മയുടെ അരികിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് വീടിന്റെ പിറകിലൂടെ ഇറങ്ങി ഓടിയപ്പോഴാ തിരിഞ്ഞത്. എന്റെ മകൾ ഞാൻ കണ്ട മകളല്ല. എന്റെ മകളിൽ നിന്ന് ഞാൻ വായിച്ചെടുത്തത് ശരിയല്ല. എന്റെ മകളുടെ കണ്ണും മൂക്കും നാവ് കൊണ്ട് എന്നോട് പറഞ്ഞതൊന്നും ശരിയല്ല. എന്റെ മകളുടെ ഹൃദയം മറ്റെവിടെയോ ആയിരുന്നു എന്ന് ഉമ്മാക്ക് തിരിഞ്ഞത് അന്നാണ്. ഹൃദയം മറ്റൊരു സംഭവം തന്നെ. ആത്മാവിനെ കാണാൻ നമുക്ക് കഴിയില്ല. വലുതിനെ ഒന്നും കാണാൻ കഴിയില്ല. നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളി. വലുതിനെ കാണാൻ വലിയ പ്രയാസ. ഇപ്പൊ ഈ മൈക്ക്, ഈ ബോക്സ്, ഈ ലൈറ്റ്, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് കഹ്റുബ. കാണാൻ കഴിയില്ല. കരണ്ടാണ്, കാണാൻ കഴിയില്ല. സംഗതി മൂപ്പരാണ് ഇതിന്റെ മുത്ത്. അതങ്ങട്ട് ഒരൊറ്റ വള്ളി ക്ലക്ക്, ഇതൊക്കെ പോയി. കരണ്ട് പോയാൽ എന്തിനാ മൈക്ക് പോണ്? മൈക്ക് പോട്ടെ, പിന്നെന്തിനാ ലൈറ്റ് പോണ്? ലൈറ്റ് പോട്ടെ, പിന്നെന്തിനാ സൗണ്ട് പോണ്? പിന്നെന്തിനാണ് ഇത് പോണത്? ഫാന് പോണ്? പിന്നെന്തിനാ ആ ലൈറ്റ് പോണ്? പിന്നെന്തിനാ ഇത് പോണ്? ഇതൊക്കെ പോവോ? ഒരൊറ്റൊന്ന് പോയാൽ പോവും. അപ്പൊ ഇത് മുഴുവനും കരണ്ട് വല്ലാത്ത സംഭവം തന്നെ കേട്ടാ. ദ്വേർപ്പിക്കാൻ പറ്റിയ ആളാ. വലിയ സംഭവമാണത്. പക്ഷെ കാണാൻ കഴിയില്ല. കാണാൻ കഴിയാത്തതൊക്കെ പിച്ചു പിടിച്ച് നോക്കണ്ട. എല്ലാം കൂടി പിച്ചു പൊളിച്ച്. പണ്ടാരോ പറഞ്ഞ എല്ലാം ഞാൻ പഠിക്കും, ബുഖാരി പഠിക്കും. അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. അള്ളാഹു നമ്മളെ കൽബ് നന്നാക്കി തരട്ടെ. ഒക്കെ പഠിക്കാൻ ഖുർആന്റെ ഇടയ്ക്ക് ബുഖാരിന്റെ ഇടയ്ക്ക് ഇറങ്ങുന്ന ആളുകൾ, അള്ളാഹു നമ്മളെ കൽബ് നന്നാക്കി തരട്ടെ. ഇറങ്ങിക്കോളി, പഠിച്ചോളി, സാരല്ല. പക്ഷേ ആരെങ്കിലും ഇതിങ്ങനെ കുത്തണ കണ്ടിട്ട് എന്താണ് ഇതിന്റെ ഉള്ളില്, ഇതിങ്ങനെ കത്തണ്, നിങ്ങളിങ്ങനെ തിരിക്കണ്. മൂപ്പർ അതിനെ പറ്റി പഠിച്ചിട്ട് തിരിക്കുക. ഞാനൊന്ന് നോക്കട്ടെ, നമ്മക്കെന്താ തുറന്നാല്, നമ്മക്കെന്താ ഓതിയാല്, നമ്മളിപ്പെന്താ കുറവ്, നമ്മക്കെന്താ കുറവ്? തുറന്ന് ഉള്ളിൽ കൈയിട്ടാൽ വിവരറിയും. പിന്നെ ഓതണ്ടി വരൂല. എല്ലാം തുറന്നു നോക്കരുത്, വലുതാണ്. വല്ലാതെ അടുത്താൽ കരിഞ്ഞു പോകും. വല്ലാതെ അടുപ്പിച്ചു പൊടിച്ചാൽ ഒന്നും തിരിയൂല. നിങ്ങൾ പത്രം വായിക്കണ, പത്രങ്ങൾ വെച്ച് തലവേദന ഉണ്ട്, ക്ഷീണം നല്ലോണ്ട്. കിട്ടിയ ചെറിയ ടൈം അള്ളാഹുവിന് വേണ്ടി കുറച്ച് സംസാരിച്ച് ദ്വാ കൊണ്ട് വസീത് ചെയ്ത് പോകാച്ച് സംസാരിക്കുക. ഇറങ്ങി പോകാൻ എനിക്കൊക്കെ ബുദ്ധിയുണ്ട്. അള്ളാഹുവിന് വേണ്ടി നമ്മളിതൊക്കെ ചെയ്യണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പത്രം വായിക്കലില്ലേ? തിരിയണില്ല. അടുത്ത് പിടിക്ക്, തീരെ തിരിയില്ല.
ഒന്നാണ്ട് അകത്തി. അപ്പൊ ഒന്നുകൂടിയാണ്ട് കൊണ്ടുപോയി. ഇങ്ങോട്ട് കൊണ്ടുവരാ. അപ്പൊ കുട്ടി അടുത്ത് കൊണ്ടുവന്ന് ഒന്നാണ്ട് പോ. അപ്പൊ വല്ലാതെ പോയി. ഇങ്ങോട്ട് വാൻ. അപ്പൊ ഇങ്ങോട്ട് വന്നു. തിരിയോ? ഇങ്ങനെ പത്രം പിടിച്ചാ തിരിയോ? ഇല്ല. എന്നാ വല്ലാതെ അങ്ങോട്ട് പോയാ തിരിയോ? ഇല്ല. വല്ലാതെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കാൻ നോക്കണ്ട. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് കെട്ടിപ്പിടിച്ചിട്ട് കഴിച്ചിലാക്കാനുള്ള പരിപാടി. അള്ളാഹുവിന്റെ ആൾക്കാരായിട്ട് ഇങ്ങോട്ട് നിറഞ്ഞ് എന്തൊക്കെയോ ചെയ്തു പോകുന്നവർ, എന്തൊക്കെയാ പറയുന്ന എല്ലാം വിട്ടിട്ട്. അള്ളാഹു നമ്മളെ ഖൽബ് നന്നാക്കട്ടെ. വലുത് കരണ്ട്. ഞാൻ അതാ പറഞ്ഞത്, സംഗതി പോയാൽ ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല, വന്നാൽ ലൈറ്റ് ഒക്കെ കിട്ടും, പക്ഷെ തൊടണ്ട, നിന്നാ മതി. കാണാൻ കഴിയില്ല. വലുതൊന്നും കാണാൻ കഴിയാത്തതാ. ഒരു കരണ്ടിന് ഇതൊക്കെ ചെയ്യാൻ കഴിയും, കരണ്ടിനെ കാണാൻ കഴിയില്ല. എങ്കിൽ കാഴ്ചയുടെ പിന്നിൽ, കേൾവിയുടെ പിന്നിൽ, സംസാരത്തിന്റെ പിന്നിൽ, നമ്മുടെ ആക്ഷന്റെ പിന്നിൽ ഒരു കരണ്ടുണ്ട്, ഒരു പവറുണ്ട്. അതാണ് നാം, അതാണ് നമ്മുടെ ആത്മാവ്. തൊടാൻ കഴിയില്ല, കാണാൻ കഴിയില്ല. അപ്പൊ ഞാൻ ഇതുവരെ യഥാർത്ഥത്തിൽ എന്നെ കണ്ടിട്ടില്ലേ? ഇല്ല. എത്ര ചെറുതാണ് ഞാൻ. ഭാര്യയെ കാണാത്ത ഭർത്താവ്, ഭർത്താവിനെ കാണാത്ത ഭാര്യ, ഉമ്മയെ കാണാത്ത മകൻ. കാരണം മരിച്ചു കിടക്കുന്ന മകൻ മരിക്കും മുമ്പ് എങ്ങനെയാ അങ്ങനെ തന്നെ. ഞാൻ ഇന്നലെ മരിക്കും മുമ്പ് കണ്ട മൂക്ക് ഒരു മാറ്റമില്ല, മരിക്കും മുമ്പ് കണ്ട കണ്ണ് ഒരു മാറ്റമില്ല, മരിക്കും മുമ്പ് കണ്ട കവിളിന് മാറ്റമില്ല, മരിക്കും മുമ്പ് കണ്ട ചുണ്ടിന് മാറ്റമില്ല. ആള് പോയിട്ടുണ്ട്. അപ്പൊ ഞാനിതുവരെ കണ്ടത് അവനെ ആയിരുന്നില്ല. അവൻ എവിടെ പോയി? അവൻ പോയിരിക്കുന്നു. ഇതുവരെ ഞാൻ കണ്ടത് ഇപ്പോഴും ഇവിടെയുണ്ട്. പിന്നെ ആരാ പോയത്? ഞാൻ കാണാത്തത് പോയി. അപ്പൊ എന്റെ മകനെ ഞാൻ കണ്ടിട്ടില്ലേ? ഇല്ല. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹ. ഞാൻ നമ്മളെ എന്നാണോ മനസ്സിലാക്കുന്നത്, അന്ന് നമുക്ക് നമ്മുടെ റബ്ബിനെ മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ബുദ്ധിയും ചിന്തയൊക്കെ അള്ളാഹു ഏറ്റിത്തരട്ടെ, അള്ളാഹു ഏറ്റിത്തരട്ടെ, അള്ളാഹു ഏറ്റിത്തരട്ടെ. ഒരു സാധനമായിരിക്കും എല്ലാറ്റിൻ്റെയും പിന്നിൽ, ഒറ്റ സാധനം. അത് ബേടക്കായ മൊത്തം പോയി. 250 പൈപ്പില് ഒരു വലിയ കെട്ടിടത്തിൽ വരുന്ന സകല വെള്ളവും ഓരോരുത്തരും ഓരോന്നിന് ഉപയോഗിക്കണം. എല്ലാ പൈപ്പിലൂടെയും പുറത്തു വരുന്ന വെള്ളത്തെ കെട്ടി നിർത്തിയ ടാങ്കിലേക്ക് ഒരു എലി വീണ് ചത്ത് പറയിപ്പിച്ച് വെക്കുക, വഷളാക്കി. ഈ പൈപ്പിലൂടെ വരുന്ന സകല വെള്ളവും മോശമായി. ഇങ്ങനൊന്നും ആയാ പറ്റൂല, ഇങ്ങനെയൊന്നും ആയാൻ പറ്റൂല, നമുക്കൊന്ന് ഉഷാറാക്കണം. എല്ലാ പൈപ്പും പെയിന്റ് അടിച്ച് ശുദ്ധിയാക്കി, പൈപ്പിന്റെ മുകളിൽ കത്തർ പൂശി, പൈപ്പിന് ഒരു നല്ല മാലയിട്ട് കൊടുത്ത്, പൂമാല. എന്നിട്ട് പുതിയ ഉദ്ഘാടനം ചെയ്തു ബിൽഡിങ്. തുറന്നു നോക്കിയപ്പോ ഫോട്ടോ എടുക്കാം, തുറക്കരുത്. വീഡിയോയിൽ പറ്റും, അനുഭവിക്കാൻ അതിനെ പറ്റില്ല. കാരണം ഹൃദയം കേടുവന്നിട്ടുണ്ട്. പുറത്തു വരുന്നതൊക്കെ മണക്കുന്നതായിരിക്കും, നാറുന്നതായിരിക്കും. അതാണ് ടാങ്കി നഷ്ടപ്പെട്ടാൽ, അത് നശിച്ചാൽ അതുവഴി പുറത്തു വരുന്നതിന് മുഴുവനും ആ നാറ്റമുണ്ടാകും. അള്ളാഹു ഖൽബ് നന്നാക്കി തരട്ടെ, അള്ളാഹു ഖൽബ് നന്നാക്കി തരട്ടെ. ഓരോന്നിനെയും ഓരോന്ന് നിയന്ത്രിക്കും. പലതും ഇതൊന്നാണ്, ഇത് മറ്റൊന്നാണ്, ഇത് വേറെ ഒന്നാണ്, ഇത് മറ്റൊന്നാണ്. പല പല പ്രവർത്തനങ്ങളാണ്. പക്ഷേ എല്ലാറ്റിന്റെയും പിന്നിൽ നമ്മുടെ ഹൃദയമാണ്.